റംസാനൊക്കെ എങ്ങനെ പോകുന്നു? നോമ്പ്? ഞാൻ ഇപ്പോഴും നോമ്പിലാണ്. ഞാൻ നോമ്പെടുത്തിലാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. അത് എല്ലാവരും അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ വളരെ നന്നായിട്ട് നോമ്പൊക്കെ പോകുന്നുണ്ടല്ലേ? നോമ്പ് പോകുന്നുണ്ട്. ഓക്കെ, ഇറങ്ങുന്നുണ്ട് ചെറുതായിട്ട്. ഇവിടെ എങ്ങും വീടരുതേ. ശരി, ഓക്കെ, നമുക്കൊരു ഫൺ ആസ്പെക്റ്റിലോട്ട് വരാം. ഒരുപാട് സിംഗേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു എന്ത് ഗാംഭീര്യം തോന്നിക്കാൻ വേണ്ടിയിട്ടാണോ എന്താണെന്ന് അറിയില്ല, ഒരു സ്കാർഫ് ഇങ്ങനെ ധരിച്ചിങ്ങനെ ഒരു സൈഡിലേക്ക് ഇടുന്ന ഒരു, അതേപോലെ വൈറ്റ് ഷൂ, ഈ രണ്ട് കാര്യങ്ങൾ കാണുന്നുണ്ട്. എന്താണ് അതിൻ്റെ അകത്തൊരു കാര്യം? ആൾക്കാർ ക്രൗഡിന്റെ ഇടയിൽ തന്നെ ഇതൊക്കെ ആയിരിക്കും ആൾക്കാർ പിടികിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഈ സ്കാർഫ് ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. പക്ഷെ വെള്ള ഷൂ ഉണ്ട് കേട്ടോ. വെള്ള ഷൂ ഉണ്ട്, അത് ശരിയാണ്. ചില സ്ഥലങ്ങളിലൊക്കെ പോയി കുറച്ചൊക്കെ ലുക്ക് വേണമെന്നുള്ള എനിക്ക്, കാരണം മര്യാദക്ക് നിന്ന് പാട്ട് പാടുന്നതിനെക്കാട്ടിയും കുറച്ചിങ്ങനെ ഡ്രസ്സിങ്ങിലൊക്കെ കുറച്ച് കാര്യമുണ്ടെന്ന് മനസ്സിലായതിനു ശേഷമാണ് ഷൂ ഒക്കെ മാറ്റി തുടങ്ങിയത്. ഓക്കെ, സോ ലെറ്റ്സ് കം ടു അതർ ഫേവറേറ്റ് സിംഗേഴ്സ്. ഇഷ്ടപ്പെട്ട പാട്ടുകാരൻ? ഹരിഹരൻ സാറിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ ഞാനും എൻ്റെ ഒരു പാട്ടിൽ അദ്ദേഹത്തിൻ്റെ കുറേ ഒരു സ്വാധീനമുണ്ട്. പിന്നെ ശങ്കർ മഹാദേവ് സാറിൻ്റെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ദാസേട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ ഓഫ് കോഴ്സ് നമ്മുടെ എടുത്ത് പറയാത്തതാണ്. എല്ലാവരുടെ മലയാളികളുടെ മനസ്സിൽ വളരെ ചെറുപ്പത്തിലേ കേട്ട് വരുന്ന ഒരു ശബ്ദമാണ്. ആ ഒരു ശബ്ദത്തോടൊപ്പം ഇനി ആരും ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവാനും പോകുന്നില്ല. പിന്നെ ഇതാണ്. പിന്നെ ചിത്ര ചേച്ചി എനിക്ക് ഭയങ്കര, കാരണം ആ ചേച്ചി കാരണം നമുക്ക് ഒരു ക്യാരക്ടർ ആറ്റിറ്റ്യൂഡുണ്ട്. ഇതിൻ്റെ ഒരു റോൾ മോഡൽ കൂടിയാണ് ചേച്ചി. കാരണം അത്രയും വലിയൊരു പീക്ക് ലെവൽ എത്തിയിട്ടും ഇപ്പം ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ കെനിയയിലൊരു ഷോ ഉണ്ടായിരുന്നു, ഒരാഴ്ചയോളം ഞങ്ങൾ ഒരുമിച്ച്. അന്നേരം ഒരു ചേച്ചി ആ ഒരു സ്നേഹമാണ് നമുക്ക് കിട്ടുന്നത്. അത്രയ്ക്കും വളരെ ഒരു രീതിയിൽ നമ്മളെ കൂടെ നിന്ന് തന്നെ എനിക്ക് എന്തോ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു തന്നു, ടീഷർട്ട് മേടിച്ചു തന്നു, വേറൊരു അനിയൻ എന്നുള്ള രീതിയിൽ തന്നെ. കാരണം നമുക്ക് ആ ഒരു കണ്ണുകൾ കൂടെ നമുക്ക് സ്നേഹം മനസ്സിലാവും. അപ്പോൾ ആ ചേച്ചിയുടെ ആ ഒരു ഡൗൺ ടു എർത്ത് ആറ്റിറ്റ്യൂഡാണ് നമ്മളൊക്കെ ഞാനും ഇങ്ങനെ എൻ്റെ ലൈഫിലിങ്ങനെ കൊണ്ടുപോകുന്നത്. ചേച്ചി പറഞ്ഞിട്ടുണ്ട്, എത്ര ഉയരെ പോയാലും ഒരു മാവിൽ മാങ്ങ വന്നു കഴിഞ്ഞാൽ അത് പറിക്കാനായിട്ട് താഴെ വന്ന് നിന്ന് തരും. അങ്ങനെ നമുക്ക് അപ്പോൾ അതാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ ലൈഫിൽ ഇഷ്ടംപോലെ നേട്ടങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളെപ്പോഴും താഴ്ന്നു തന്നെ ഇരിക്കണം. പിന്നെ ഈ മ്യൂസിക്, സംഗീതം എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും അഹങ്കരിക്കാൻ പറ്റുന്ന ഒരു ഫീൽഡല്ല. നമ്മുടെ ഒരു അസുഖത്തിന് ഒന്നുമില്ല, എല്ലാം കെയർ ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു ഫീൽഡാണ്. അപ്പോൾ നമുക്കിതിൽ അഹങ്കാരം എന്തേ വന്നു കഴിഞ്ഞാൽ ഒന്ന് ഞാനല്ലെങ്കിൽ വേറൊരാൾ വരും. നമുക്ക് കിട്ടുന്ന ചാൻസ് മാക്സിമം നന്നാക്കാനായിട്ട് ഒന്നുമില്ലാതെ നമ്മുടെ ആറ്റിറ്റ്യൂഡൊക്കെ ശരിയാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ശരിയാവും. അതാണ്. ഓക്കെ, വർക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മ്യൂസിക് ഡയറക്ടേഴ്സ്? അങ്ങനെയൊന്നുമില്ല കേട്ടോ. എനിക്ക് എല്ലാവരുമായിട്ടും ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഞാനിപ്പം ഇപ്പോൾ ഔസേപ്പച്ച സാറ്, അതുപോലെ അപ്പോൾ ഔസേപ്പച്ച സാറിന് ഇത്രയും എക്സ്പീരിയൻസ്, ഞാൻ ആദ്യം അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞാൽ അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടറാണ് വിദ്യാസാഗർ സാറിൻ്റെ. അപ്പം അദ്ദേഹത്തൊക്കെ കാരണം നമ്മളിലുള്ള ഔട്ട്പുട്ട് മാക്സിമം പുറത്തെടുക്കാൻ ശ്രമിക്കും. എന്നിൽ നിന്ന് എന്ത് മാക്സിമം, ഞാനൊരു ചെറിയ സിംഗറാണെങ്കിലും എൻ്റെ പാട്ട് മനസ്സിലാക്കിയിട്ട് വെറുതെ വിളിച്ചിട്ട് ഒരു പാട്ട് ശരിയായില്ലെന്ന് പറഞ്ഞ് വിടുകയോ അങ്ങനെയല്ല. അത് ഞാൻ എന്നെക്കൊണ്ട് എന്ത് പറ്റും അതിനെക്കൊണ്ട് മാക്സിമം ക്ഷമയോടുകൂടി എടുക്കാം. കാരണം നമുക്ക് ആദ്യമായിട്ട് പാടുമ്പോൾ നമുക്ക് അതിൻ്റെ ടെൻഷൻ ഉണ്ടാവും. നമ്മൾ വലിയ എക്സ്പീരിയൻസ് ആയിട്ടുള്ള സിംഗറല്ല. അപ്പോൾ ആ ഒരു അവസ്ഥയെ പോലും അവരൊക്കെ വളരെ നല്ല രീതിയിൽ, വിദ്യാസാഗർ സാറൊക്കെ തന്നെ എത്രയോ സിനിമകൾ ചെയ്യുന്ന ആളാണ്, എത്രയോ സിംഗേഴ്സ് വരെ പാട്ടെടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഒരിക്കലും ഒരു പുതിയ സിംഗർ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ കണ്ടിട്ടല്ല എടുത്തിരുന്നത്. അപ്പോൾ എല്ലാവരുമായിട്ട് വളരെ നല്ല. പിന്നെ പക്ഷെ അവരുടെ അടുത്തൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് കുറച്ച് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് പേടിയുണ്ട്, മനസ്സിലൊരു ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അങ്ങോട്ടൊന്നും കൂടുതൽ പറയാനുള്ള വോയിസ് ഒന്നുമില്ല, കേൾക്കുക, പറയുക, പാടുക, അത്രയേ ഉള്ളൂ. പക്ഷെ നമ്മൾ വളരെ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറിൽ ഉള്ള മ്യൂസിക് ഡയറക്ടേഴ്സാണ് അഫ്സൽ യൂസഫൊക്കെ ഇമ്മാനുവൽ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം വളരെ പാടുന്ന സമയത്ത് ഇപ്പം അല്ലാതെ തന്നെ ഞങ്ങൾ വളരെ ബ്രദർലി അഫെക്ഷനാണ് ഉണ്ട് ഞങ്ങൾ തമ്മിൽ. അത്രയ്ക്കും ഇങ്ങനെ ഏതൊരു പാട്ട് കിട്ടിയാലും അദ്ദേഹം അതിൻ്റെ രീതിയിലുള്ള ഗൈഡൻസ് ഒക്കെ തരാറുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ്. അതുപോലെ ബിജി ബാലേട്ടൻ, ഗോപി സുന്ദരേട്ടൻ, വിനോദ് തോമസ് ഏട്ടൻ. അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു വേവ് ലെങ്ത് സെയിമാണ്. ആ രീതിയിൽ പാട്ടെടുക്കുന്ന രീതിയിലായാൽ പോലും വളരെ ജോളിയായിട്ട് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ വളരെ മെൻ്റലി ഞാൻ വളരെ പ്രിപ്പയർഡ് ആവും. അപ്പം ഇവരൊക്കെയാണ്. ഒറ്റയാൾ ഇന്നയാൾ എടുത്തു പറയാൻ പറ്റുന്നൊരു ആളില്ല.
അവാർഡ്സ് എന്ന് പറയുന്നത് ഒരാളുടെ വർക്കിൻ്റെ റെക്കഗ്നേഷനോ അല്ലെങ്കിൽ അവരുടെ വർക്ക് ചെയ്തിരിക്കുന്ന ഒരു സക്സസ് ആയി എന്നുള്ള ഒരു മാർക്കാണ് അവാർഡ്സ് എന്ന് പറയുന്നത്. സോ സിംഗേഴ്സിന് കൊടുക്കുന്ന അവാർഡിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്താണ് നജീമിൻ്റെ? മാറ്റാം അല്ലേ? സിംഗേഴ്സിൻ്റെ അവാർഡ്സിനെ പറ്റി ബേസിക്കലി പറയുകയാണെങ്കിൽ അതൊരു അംഗീകാരം തന്നെയാണ്. പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ കാരണം അവാർഡിനെക്കാട്ടിയും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് എൻ്റെ പേഴ്സണലി ഞാൻ ഇഷ്ടപ്പെടുന്നത് ജനങ്ങളുടെ അവാർഡാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു സപ്പോർട്ടാണ്. അപ്പോൾ അവാർഡ് എന്ന് പറയുമ്പോൾ 5 പേര് ഇരുന്നിട്ട് നിശ്ചയിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ അതിന് ഉപരി കൂടുതൽ പ്രയോറിറ്റി ഇടുന്നത് ജനങ്ങളുടെ ആ പാട്ട് കേട്ട് സപ്പോർട്ട് ചെയ്ത് ആ ഒരു പാട്ട് ഹിറ്റിലോട്ട് പോകുമ്പോൾ അത് എൻ്റെ ഏറ്റവും വലിയൊരു അവാർഡായിട്ട് മാറുന്നു. മനസ്സിലായി? അപ്പോൾ കാരണം അതൊരു പിന്നെ അതിലൊരു സ്റ്റേറ്റ് അവാർഡ് അല്ലെങ്കിൽ അങ്ങനത്തെ അവാർഡ് എന്നൊക്കെ പറയുമ്പോൾ, പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ സ്റ്റേറ്റ് അവാർഡിൽ ഒരു ജൂറി മെമ്പർ ഇങ്ങനെ പറയാറുണ്ടായി, എനിക്കായിരുന്നു അവാർഡ് നൽകേണ്ടിയിരുന്നത്. എൻ്റെ പാട്ടിനാണ് ലിറിക്സ് എഴുതിയതിനും മ്യൂസിക് ഡയറക്ഷനും ഞാൻ പാടിയ പാട്ടിനാണ്. ഇപ്പം നടനിലെ ഏത് സുന്ദരം എന്നുള്ള പാട്ടിനാണ് കൊടുത്തത്. എനിക്ക് കിട്ടിയില്ല ആ പാട്ട്. പക്ഷേ എനിക്ക് അങ്ങനെ പറഞ്ഞത്, ആ ജൂറി മെമ്പർ അങ്ങനെ പറഞ്ഞതാണ് എൻ്റെ ഏറ്റവും വലിയ അവാർഡ്. പുള്ളി പറഞ്ഞു നജീം അർഷാദിനായിരുന്നു ഇതുപോലെ അവാർഡ് കൊടുക്കേണ്ടിയിരുന്നത് എന്നുള്ള രീതിയിൽ. അതിനൊരു ഡ്യുവറ്റിൻ്റെ ഒരു ഭാഗം വന്നപ്പോഴാണ്, ഡ്യുവറ്റ് ആയതുകൊണ്ടാണ് അവാർഡ് നിഷേധിക്കപ്പെട്ടു എന്നാണ് അവർ പറയുന്നത്. പക്ഷെ എന്തായാലും നമുക്ക് അങ്ങനെ പറഞ്ഞല്ലോ, എനിക്കായിരുന്നു തരാം, അല്ലെങ്കിൽ എനിക്ക് തന്നേനെ. പക്ഷെ അതിലുപരി ജനങ്ങളുടെ ഒരു അവാർഡുണ്ടല്ലോ, എനിക്കിപ്പോൾ എല്ലാ നല്ല പടങ്ങൾ പാടാൻ പറ്റുന്നുണ്ട്. അവാർഡ് കിട്ടിയാൽ പക്ഷേ അത് ഒരു കരിയർ ഗ്രോത്ത് ആയിട്ട് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. മനസ്സിലായി? കാരണം ഞാൻ അവാർഡുമായിട്ട് ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് സ്റ്റാർ സിംഗർ എന്നുള്ള അവാർഡ് കിട്ടി, എനിക്ക് പിന്നെ സിനിമയിലോട്ട് എനിക്ക് കുതിച്ചങ്ങ് കയറിപ്പോയേനെ. ഞാൻ എന്തോരം ഒരു 3 വർഷം ഞാൻ സ്ട്രഗിൾ ചെയ്തു. സിനിമയിൽ എനിക്കൊരു അത്രയ്ക്ക് പറയത്തക്ക ഒരു സംഭവമൊന്നും കിട്ടി, ഫെയിം കിട്ടി, പക്ഷേ സിനിമയിലൊന്നും എനിക്ക് അധികം ആരും വിളിച്ചില്ല. അതുപോലെ അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ അവാർഡൊക്കെ കിട്ടിയില്ലേ, ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് വിളിക്കായിരിക്കും, അവൻ എത്രയൊക്കെ മതി എന്നൊക്കെ ഉള്ള രീതിയിൽ ചാൻസ് കുറയും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അവാർഡ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും പാട്ടുകൾ കിട്ടും. ഇഷ്ടംപോലെ പാട്ടൊക്കെ പാടി ഒരു അവാർഡ് കിട്ടുമ്പോഴത്തേക്കും അതൊരു വലിയ ഇതായിട്ട് വരത്തില്ല. പക്ഷെ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ സന്തോഷമാണ്. പക്ഷെ ഞാൻ അവാർഡിന് വേണ്ടിയിട്ടല്ല ഒരിക്കലും പാടുന്നത്. നല്ലൊരു പാട്ടുകൾ കിട്ടാനും ഒക്കെയാണ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ഇനി ഹാർഡ് വർക്ക് ചെയ്യും.